Motivation is not what changes you, action does. Motivation feels good, but it doesn't last. What actually changes you is your action. സോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് ഹണി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു SSLC സ്റ്റഡി വ്ലോഗ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന്. സോ ഐ തോട്ട് വേഗം തന്നെ ചെയ്യാം. 2 വീക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങായി. അപ്പോൾ ഇനി അധികം സമയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഐ തോട്ട് വേഗം ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് എക്സാം ആയിട്ട് എൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വീഡിയോയിലധികം എഡിറ്റ് ചെയ്യാൻ ഒന്നിനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, എഡിറ്റിംഗ് അല്ലല്ലോ, വിഷ്വൽസ് അല്ലല്ലോ, മെയിനായിട്ട് പോയിൻറ്റ്സ് അല്ലേ വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പഠിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്ത് ഞാനങ്ങനെ വോയിസ് ഓവർ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാഴ നനയുമ്പോൾ ചീര നനയുന്ന മാതിരി ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്ന പോയിൻറ്റ്സ് എല്ലാവരും കേൾക്കുക നന്നായിട്ട്. അധികം ഒരുപാട് ടിപ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഉള്ള ടിപ്സ് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ഹയസ്റ്റ് സ്കോർ വാങ്ങാൻ പറ്റുന്നൊരു ഗ്രേഡാണ് 10ാം ക്ലാസ്. SSLC ടേണിംഗ് പോയിൻ്റ് എന്ന് എല്ലാവരും പറയുമെങ്കിലും ഭയങ്കര ഒരു ഏലിയൻ തിങ് ആയിട്ടോ ഒരു റോക്കറ്റ് സയൻസ് ആയിട്ടോ ആരും കാണണ്ട. ഭയങ്കര ഈസി ആയിട്ട് റൈറ്റ് ഡിസിപ്ലിനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏറ്റവും ആദ്യം എനിക്ക് എൻ്റെ കുഞ്ഞ് SSLC സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി 15 hours or 16 hours a day. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് 16 മണിക്കൂർ 15 മണിക്കൂർ പഠിക്കുന്ന ബ്ലോഗും സ്റ്റഡി വിത്ത് മീ ഒക്കെ. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് 15 മണിക്കൂറും 16 മണിക്കൂറും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. SSLCയിൽ റൈറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ഡെയിലി ഒരു 2 hours പഠിച്ചാൽ തന്നെ ഈസി ആയിട്ട് നല്ല മാർക്ക് എല്ലാവർക്കും വാങ്ങിയെടുക്കുക. അപ്പോൾ അധികം വൈകിക്കാണ്ട് നമുക്ക് ടിപ്സിലേക്ക് കടക്കാം. ആദ്യം പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, വായിക്കുക മാത്രം ചെയ്യരുത്. ഡോണ്ട് ജസ്റ്റ് റീഡ്. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ആൻസേഴ്സ് ആണെങ്കിലും വായിക്കുക മാത്രം ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ ആ ഇൻസ്റ്റൻറ്റിൽ തോന്നും നല്ല ഓർമ്മയുണ്ടെന്ന്. പക്ഷേ എഴുതി പഠിക്കുക, റൈറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക, റീകോൾ ചെയ്യുക, സ്വയം പഠിപ്പിക്കുക. ടീച്ച് യുവർ സെൽഫ് ഓർ ടീച്ച് യുവർ ഫ്രണ്ട്സ്. അങ്ങനെ പഠിപ്പിച്ച് കൊടുത്ത് പഠിക്കുമ്പോൾ അത് നന്നായിട്ട് നമ്മുടെ ബ്രെയിനിൽ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ്, നിങ്ങൾ എല്ലാവരും വായിച്ച് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ, ബട്ട് സ്റ്റിൽ നിങ്ങൾ എഴുതി പോയിൻറ്റ്സ് പഠിക്കുമ്പോൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഞാനൊരു അറൗണ്ട് 10 ടിപ്സ് അല്ലെങ്കിൽ പോയിന്റ്സ് ഇവിടെ പറഞ്ഞു തന്നെ 10 പോയിന്റ്സും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഗ്യാരണ്ടി യു നിങ്ങൾക്ക് നല്ല സ്കോർ തന്നെ 10th ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. മക്കളെ, അതിനെ നിങ്ങൾ ചെറുതായി കാണുക ചെയ്യരുത്. PYQ ഇസ് റിയൽ ഗോൾഡ്. നിങ്ങൾക്ക് എത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തോളൂ. അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കും. ക്വസ്റ്റ്യനിൽ നിന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് വെയിറ്റേജ് കൂടുതലെന്ന് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാതെ ഒരാളും ഫൈനൽ എക്സാമിന് പോകരുത്. ഒരു എക്സാമിനും പോകരുത്. എല്ലാ എക്സാമിന് മുന്നേ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിങ്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ എക്സാമിന് ഹെൽപ്പ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ടൈമർ വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സാം ഫിയർ ആൻസൈറ്റീസ് ഒന്നും കുറഞ്ഞു കിട്ടും. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമ്മുടെ കയ്യിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല, അധികം ഫിയർ ഉണ്ടാവില്ല. നമുക്കത് എഴുതാനും അറ്റൻഡ് ചെയ്യാനും വായിക്കാനും കുറച്ചും കൂടി കാമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് നന്നായിട്ട് കിട്ടും. തേർഡ് ടിപ്പാണ് ഷോർട്ട് നോട്ട്സ്. ഷോർട്ട് നോട്ട്സ് നമുക്ക് തിയറി സബ്ജക്റ്റിനും റെഡിയാക്കാം, മാത്സ് പോലെ പ്രോബ്ലം സോൾവിങ് ടൈപ്പ് ഓഫ് സബ്ജക്റ്റിനും റെഡിയാക്കാം. മാത്സിന് നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ ഫോർമുല ഷീറ്റ് ആയിട്ട് ഉണ്ടാക്കുക. എല്ലാം വാരി വലിച്ച് ചെയ്താതെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് കുറവല്ലേ വരിക. അപ്പോൾ ഫോർമുലാസ് നോട്ട് ചെയ്തിട്ട് എല്ലാ ചാപ്റ്ററിനും അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിലാണോ ഫോർമുലാസ് കൂടുതലുള്ളത് ആ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എഴുതിയിട്ട് മെയിൻ ആയിട്ട് വരുന്ന ഫോർമുലാസ് നോട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്സിന് നിങ്ങൾ ഷോർട്ട് നോട്ട് റെഡിയാക്കുക. അതേപോലെ തിയറി സബ്ജക്ട്സിനോ ബയോളജിക്കോ ഒക്കെ ഷോർട്ട് നോട്ട് വേണമെങ്കിൽ ഡയഗ്രാം ബേസ്ഡ് ആണെങ്കിൽ അത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, ഡയഗ്രാം ബേസ്ഡ് ആണെങ്കിൽ ഡയഗ്രാം ബേസ്ഡ് റെഡിയാക്കുക. അതല്ല തിയറി മാത്രം എഴുതിയിട്ടുള്ളതാണെങ്കിൽ അത് റെഡിയാക്കുക. പക്ഷേ ഷോർട്ട് നോട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പണ്ട് ചെയ്തിരുന്നതും ഒരുപാട് പേര് ചെയ്യുന്നതും കണ്ടിട്ടുള്ള ഒരു മെയിൻ മണ്ടത്തരാണ് ആ ലൈൻ അതേപോലെ റൈറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് ഒരു ആന മണ്ടത്തരാണ്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ലൈനാണല്ലേ. അപ്പോൾ നമുക്കിത് ഷോർട്ട് നോട്ടിൽ എഴുതുമ്പോൾ ദ സെൽ ഈസ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് എഴുതാതെ ദ ഡാഷ് ഈസ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്നോ അല്ലെങ്കിൽ ദ സെൽ ഈസ് ഡാഷ് ഓഫ് ലൈഫ് എന്നോ എഴുതാം. ഡാഷ് ഇട്ട് എഴുതുക, അതായത് അവിടെ ഫുള്ളും എഴുതാതെ ഫില്ല് ചെയ്യാനുള്ള രീതിയിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ എഴുതുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എനിക്കെന്താ ഭ്രാന്താണോ ചെറിയ കുട്ടികളെ പോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഴുതാൻ പറയാമെന്ന്. ബട്ട് നിങ്ങൾ ഈ മെത്തേഡ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. കാരണം അങ്ങനെ എഴുതി ഷോർട്ട് നോട്ട്സ് റെഡിയാക്കുമ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൻസേഴ്സ് റീകോൾ ചെയ്യും. നമ്മൾ ഈ നോക്കി വായിക്കുന്ന പോലെ അല്ലെങ്കിൽ എഴുതി വെച്ചത് അതേപോലെ വായിക്കുന്നതിൽ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ ആ സാധനം റീറ്റെയിൻ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാവില്ല. ആ പേപ്പർ നിങ്ങൾ നെക്സ്റ്റ് ടൈം എടുത്ത് വായിക്കുമ്പോൾ ദ ഡാഷ് ഈസ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്,
അവിടെ എന്താ സെല്ലല്ലേ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റണം. ആ സമയത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ലൈന് എൻ്റെ മണ്ടയിലേക്ക് കയറിയിട്ടില്ല, അപ്പോൾ എനിക്കത് പഠിക്കണം എന്ന് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ലൈന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ലൈൻ എന്തിനാണ് റീറൈറ്റ് ചെയ്തിട്ട് ഷോർട്ട് നോട്ടിൽ എഴുതുന്നത്? അതിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പം ഇതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആക്കിയിട്ട് നിങ്ങൾ ഷോർട്ട് നോട്ട് ബയോളജിക്കൊക്കെ മെയിനായിട്ട് ഇതുപോലെ ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആവും. ഒരുപാട് ടേംസ് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കും. ഈ ആക്റ്റീവ് റീകോളിംഗ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരുപാട് ടേംസ് നമ്മുടെ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഈ വായിച്ച് നമുക്ക് കണ്ണടച്ച് നമ്മൾ റീകോൾ ചെയ്ത് വായിക്കുകയാണ് അല്ലെങ്കിൽ മനസ്സെന്ന് വായിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ബുക്ക് നോക്കി ഒരുപാട് വട്ടം റിപ്പീറ്റഡ്ലി വായിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നിങ്ങളുടെ മൈൻഡിൽ അത് ഉണ്ടോ ഇല്ലേ, കയറിയിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ഷോർട്ട് നോട്ട് എഴുതുന്ന സമയത്ത് മാത്സിന് ഫോർമുല മാത്രം ഫോർമുല ഷീറ്റായിട്ടും പ്രിപ്പയർ ചെയ്യുക. ബയോളജി പോലെയുള്ള തിയറി സബ്ജക്റ്റിന് ഇതുപോലെ ആക്റ്റീവ്ലി റീകോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷോർട്ട് നോട്ട്സ് റെഡിയാക്കുക. എല്ലാം അപ്പാട് ടെക്സ്റ്റിലുള്ള അതുപോലെ എഴുതി വെക്കുന്നതിന് പകരം ഇതുപോലെ ചെയ്യുക. ഓൾറെഡി നമുക്ക് ടെക്സ്റ്റ് ഉണ്ട്. സോ ഇനിയും ടെക്സ്റ്റിനെ പോലെയുള്ളൊരു കോപ്പി നമുക്ക് റെഡിയാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഷോർട്ട് നോട്ട് ആകുമ്പോൾ കീപ് ഇറ്റ് റിയലി ഷോർട്ട്. ഇനി മൂവിങ് ടു ഫോർത്ത് പോയിന്റ്. ദിസ് പോയിന്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോഴും പറയും മോട്ടിവേഷൻ ഇല്ല, പഠിക്കാനുള്ള മോട്ടിവേഷൻ ഇല്ല. പഠിക്കാൻ വേണ്ടത് മോട്ടിവേഷൻ അല്ല, പഠിക്കാൻ വേണ്ടത് ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയാണ്. നമ്മൾ എത്ര മോട്ടിവേഷണൽ വീഡിയോസ് കേട്ടിട്ടും അല്ലെങ്കിൽ മോട്ടിവേഷൻ മറ്റുള്ളവരുടെ അടുത്താണെങ്കിലും നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നമ്മുടെ കയ്യിൽ കൺസിസ്റ്റൻസി പറഞ്ഞൊരു കീ ഉണ്ടെങ്കിൽ SSLC എന്നല്ല, നിങ്ങളുടെ ലൈഫിൽ എന്ത് വിചാരിച്ചാലും നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുന്നൊരു കീ പോയിൻ്റാണ് കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. ഡെയിലി 2 hours or 1.5 hours, ചില ദിവസങ്ങളിൽ ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്താലും നിങ്ങളൊരു 1 or 2 hours ഡെയിലി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ടൈമിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഒരു ദിവസം 15 or 16 hours തലകുത്തി മറിഞ്ഞിരുന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഡെയിലി ചങ്ക്സ് ആയിട്ട് സ്മോൾ പാർട്ടാക്കി പറ്റുന്നത്ര പഠിക്കുക. പക്ഷേ അത് ഡെയിലി പഠിക്കുക, ഡെയിലി വർക്കൗട്ട് ചെയ്യുക, കുറച്ച് സമയമാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ്, വെയിറ്റേജ് നോക്കി പഠിക്കുക. സ്മാർട്ട് സ്റ്റഡി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ പലരും പറയുന്നത്? എല്ലാം വലിച്ചു വാരി പഠിക്കാണ്ട് വെയിറ്റേജ് ചെയ്ത് പോർഷനിലാണോ എന്താണോ പഠിക്കേണ്ടത് അത് പഠിക്കുക. PYQ അനലൈസ് ചെയ്യുമ്പോൾ കാണാം സെർട്ടൻ ടോപ്പിക്സ് എന്ന് പല പ്രാവശ്യം ഓൾമോസ്റ്റ് എല്ലാ കൊല്ലവും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിലും അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് അനലൈസ് ചെയ്ത് ഏത് ചാപ്റ്ററിനാണോ വെയിറ്റേജ് കൂടുതൽ, ഏത് ക്വസ്റ്റ്യനാണോ വെയിറ്റേജ് കൂടുതൽ എന്നുള്ളത് അനലൈസ് ചെയ്ത് ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ സ്വയം അനലൈസ് ചെയ്തിട്ടോ വെയിറ്റേജ് നോക്കി പഠിക്കുക. 6th point is presentation. പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര കാലിഗ്രഫിക് ആയിട്ട് എഴുതണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു എക്സാമിൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യാം. മെയിൻലി SSLCക്ക് ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തിരുന്ന കാര്യമാണ്. നല്ല വൃത്തിയിൽ എഴുതി കീവേഡ്സ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അല്ലെങ്കിൽ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്തിടും. പെൻസിൽ വെച്ചിട്ടോ പേന വെച്ചിട്ടോ അണ്ടർലൈൻ ചെയ്തിടുക. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടൊരു ബോധം ഉണ്ടെന്ന് നോക്കുന്ന ആൾക്കും കാണുമ്പോൾ ഒരു ഇംപ്രഷനാണ്. സോ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്തിടുക, നല്ല സ്പേസ് ഒക്കെ കൊടുത്ത് ഒരുപാട് വെട്ടും ഒന്നും ഇല്ലാണ്ട് നീറ്റായിട്ട് ഡയഗ്രാം വരച്ച് ഹെഡിങ് ഒക്കെ പ്രോപ്പറാക്കി കൊടുത്ത് നല്ല വൃത്തിക്ക് എഴുതുക. നീറ്റ് ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുക. ഭയങ്കര അടിപൊളിയാക്കണമെന്നല്ല, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് അതിനെ കുറച്ച് വൃത്തിയിലും മെനയിലും ഒരുപാട് വെട്ടി കറ വയ്ക്കാതെ കുറച്ച് വൃത്തിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ പേപ്പർ കിട്ടുമ്പോൾ അവർക്ക് അതാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നൊരു സാധനം. അപ്പോൾ അവർക്കത് കാണുമ്പോൾ എന്താ ഇതിങ്ങനെ എഴുതിയിട്ടുള്ളതെന്ന് തോന്നാത്ത രീതിയിൽ നല്ല നീറ്റ്ലി പ്രസൻറ്റ് ചെയ്യുക. അറിയുന്ന ആൻസേഴ്സ് ആദ്യം എഴുതുക, അറിയാത്ത ആൻസേഴ്സ് ലാസ്റ്റിലേക്ക് വിടുക. അപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ ഇംപ്രഷൻ കൊണ്ട് കളയുന്ന രീതിയിൽ എഴുതരുത്. ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ഫാസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡ്യൂറേഷൻ കൂട്ടേണ്ടി വരും. കാരണം നോർമലി ഇത് പറഞ്ഞു വരുമ്പോൾ കുറച്ച് ഡ്യൂറേഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പോയിന്റ് മാത്രം പറഞ്ഞു പോലല്ലോ, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കുമ്പോൾ ഡ്യൂറേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. ഐ ഹോപ്പ് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിൻ്റാണ്, ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ഗൈസ്, സ്ലീപ്പ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 2 തരത്തിലുള്ള ആൾക്കാരുണ്ടാവാം. രാവിലെ പഠിക്കുന്നവരുണ്ടാവാം, രാത്രി പഠിക്കുന്നവരുണ്ടാവാം. അപ്പോൾ ഏർലി ബേർഡ്സ് ആണെങ്കിലും നൈറ്റ് ഔൾസ് ആണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു റുട്ടീനെ ഒരു നല്ല കുട്ടിയാവാൻ വേണ്ടി രാവിലെ 4 മണിക്ക് എണീക്കണം. അപ്പോൾ രാത്രി പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ അല്ലെങ്കിൽ രാത്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതെല്ലാം നിർത്തിവെച്ച് കഷ്ടപ്പെട്ട് ഉറങ്ങി രാവിലെ എണീക്കുക. അങ്ങനെ നിങ്ങളുടെ റുട്ടീനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ എക്സാമിൻ്റെ അടുത്ത സമയങ്ങളിൽ നിങ്ങൾ വല്ലാതെ ഉറക്കമൊളിക്കാതിരിക്കുക. നിങ്ങൾ നോർമലി നിങ്ങൾക്ക് നൈറ്റ് പഠിച്ചാൽ ചില ആൾക്കാർക്ക് നൈറ്റ് പഠിച്ചാലായിരിക്കും കയറുക, ചില ആൾക്കാർക്ക് മോർണിംഗ് പഠിച്ചാലായിരിക്കും കയറുക. പക്ഷേ എക്സാമിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഡേയ്സിൽ യു ഷുഡ് നോട്ട് ഉറക്കമൊളിക്കുകയേ ചെയ്യരുത്. യു നീഡ് പ്രോപ്പർ റെസ്റ്റ് ബിഫോർ എക്സാമിനേഷൻ. നിങ്ങൾക്ക് ആ പേപ്പർ കണ്ടാൽ അറ്റൻഡ് ചെയ്യാൻ തോന്നാനും പഠിച്ച ആൻസേഴ്സ് നിങ്ങൾക്ക് ഓർമ്മ വരാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ 7 to 8 hours റെസ്റ്റ് വേണം. ഇതൊക്കെ ഫൈനൽ എക്സാമിനേഷൻ്റെ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരിക്കലും തീരെ സ്ലീപ്പില്ലാതെ വളരെ ടയേർഡായിട്ട് എക്സാമിന് പോകരുത്. ഭയങ്കര പ്ലസൻ്റ് ആയിട്ടും ഫ്രഷ് ആയിട്ടും എക്സാം പോയി അറ്റൻഡ് ചെയ്ത് വരുന്ന രീതിയിൽ എല്ലാവരും എക്സാമിന് വേണ്ടി പോവുക.
നമുക്കറിയാം പല കുട്ടികളും പല രീതിയിലുള്ള ടാലൻ്റ് ഉള്ളവരും പല കാലിബറുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ടാലൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ കാലിബറിനെ, നമ്മുടെ എക്സലൻസിനെ മറ്റുള്ളവരുടെ എക്സലൻസുമായിട്ട് കമ്പയർ ചെയ്യരുത്. നമ്മുടെ അടുത്തുള്ള കുട്ടിക്ക് ചിലപ്പോൾ കുറച്ച് നേരം പഠിച്ചിട്ട് നന്നായി കിട്ടുന്ന ആൾക്കാരായിരിക്കും, നമ്മൾ ചിലപ്പോൾ ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചാലും കിട്ടാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഓരോ ആൾക്കാർക്കും അവരുടേതായ ഒരു സ്വഭാവമുണ്ട്. ഇന്നലെ നിങ്ങൾ എന്താണോ ഇന്ന് നിങ്ങൾ എന്താണോ അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്താൽ മതി. ഡേ ബൈ ഡേ 0.1% എങ്കിലും നിങ്ങൾക്ക് മാറ്റമുണ്ട് നിങ്ങളുടെ സ്റ്റഡീസിലെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ. അതാണ് നമുക്ക് വേണ്ടത്. കാരണം മറ്റുള്ളവരെന്തോ ആയിക്കോട്ടെ, മറ്റുള്ളവരെങ്ങനെയോ പഠിച്ചോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ ഡിസിപ്ലിനായിട്ടും കൺസിസ്റ്റൻ്റായിട്ടും പോവുക, നമ്മുടെ വർക്ക് ചെയ്യുക, നമ്മൾ എവിടെയാണോ തെറ്റുപറ്റിയത് അത് ശരിയാക്കുക, നമ്മുടെ എവിടെയാണ് വീക്കായി പോകുന്ന സബ്ജക്റ്റ് അത് നോക്കുക, അനലൈസ് ചെയ്യുക, പഠിക്കുക, ശരിയാക്കുക, റിപ്പീറ്റ് ചെയ്യുക. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് മുതലേ പോവുകയാണെങ്കിൽ ഐ ഗ്യാരണ്ടി യു നിങ്ങൾ ലാസ്റ്റ് എത്തുമ്പോഴേക്കും നിങ്ങൾ അടിപൊളിയായിട്ട് സ്കോർ ചെയ്യുന്ന രീതിയിൽ കേപ്പബിൾ ആവും. ഞാൻ ട്യൂഷൻ എടുത്തിരുന്നൊരു ആളാണ്. സോ ഐ നോ ഒരുപാട് പേരുടെ ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കമ്പാരിസൺ ഇസ് തീഫ് ഓഫ് ഹാപ്പിനെസ്. നമുക്ക് സന്തോഷമായിട്ടിരിക്കാനേ പറ്റില്ല കമ്പാരിസൺ, ജലസൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഫീൽ ഫ്രീ ടു ഷെയർ ദിസ് ടു യുവർ ഫ്രണ്ട്സ് ഓർ ആർക്കാണോ അതറിയാത്തത് അത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് ഒരു മടി ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം നോളേജ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊന്നും കൂടി ആ കോൺസെപ്റ്റ് ഡീപ്പായിട്ട് മനസ്സിലാവുന്നല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നോളേജും പോകാൻ പോകുന്നില്ല. ദിസ് ഈസ് നോട്ട് എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ നമ്മളെക്കാട്ടിയും മാർക്ക് അവർക്ക് കിട്ടും, അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ദാറ്റ്സ് എ ബാഡ് തോട്ട് ആക്ച്വലി. നമുക്ക് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും, അവർ എഴുതിയാൽ അവർക്ക് മാർക്ക് കിട്ടും. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നോ, മറ്റുള്ളവർക്ക് എത്ര കിട്ടുന്നോ അത് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സോ സ്റ്റോപ്പ് കമ്പയറിങ് അവർ സെൽഫ് വിത്ത് അനദർ പീപ്പിൾ ആൻഡ് നമ്മൾ ജലസാവേണ്ടിയും ആവശ്യമില്ല. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറോ അതോ ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് കയ്യിൽ കിട്ടുന്നത് അത് വെച്ച് നമ്മൾ പ്രിറ്റൻഡ് ചെയ്യുക ഇത് നമ്മുടെ ഫൈനൽ എക്സാമിനേഷനാണ്. സോ ആ സീരിയസ്നെസ്സിൽ ഇരിക്കുക, ടൈമർ സെറ്റ് ചെയ്യുക, ഇത്ര മണിക്കൂർ ഉണ്ടാവും. ആ ടൈമർ സെറ്റ് ചെയ്ത് നമ്മൾ ഒരു റിയൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഈ മോഡൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. അത് ഒരുപാട് വട്ടം ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കര ഡിഫറൻസ് വരും. കോൺഫിഡൻസ് മാത്രമല്ല അക്യുറസി കൂടും, നമ്മുടെ സ്പീഡ് ഡെവലപ്പ് ആവും. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യൽ. 10ാമതായിട്ട് ഞാൻ എക്സാമിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള പോയിന്റ് കുറച്ചും കൂടി ബ്രീഫായിട്ട് പറഞ്ഞുതരാം. സോ ദാറ്റ് യു ക്യാൻ അറ്റൻഡ് എക്സാമിനേഷൻ സോ പീസ്ഫുള്ളി. ഓക്കെ, എക്സാമിനേഷന് കയറി കയ്യിൽ പേപ്പർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ നിങ്ങളത് ഭയങ്കര കെയർഫുള്ളി കാമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിക്കുക. ആൻഡ് സ്റ്റാർട്ട് വിത്ത് ഈസി ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയുന്ന 100% ഉറപ്പുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. വളരെ വൃത്തിയായിട്ട് എഴുതുക. അധികം അറിയാത്ത തീരെ ഉറപ്പില്ലാത്ത ക്വസ്റ്റ്യനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യരുത്. ഒരുപാട് നന്നായി അറിയും, നല്ല രീതിക്ക് അറിയുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അതിൻ്റെ ഇടയിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. അത് അവിടെ വിടുക, സർക്കിൾ ചെയ്ത് വിടുക. ഏതൊക്കെ അറ്റൻഡ് ചെയ്തു, ഏതൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. അറ്റൻഡ് ചെയ്തത് ക്രോസ് ആയിട്ടോ അറ്റൻഡ് ചെയ്യാത്തതിനെ റൗണ്ട് ചെയ്തിട്ടോ പ്രോപ്പർലി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് എല്ലാം അറിയുന്നതും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ എഴുതാനുള്ളതിലേക്ക് തിരിച്ചു വരിക. അത് അറിയുന്നത് എന്താണോ അത് എഴുതി വയ്ക്കുക. ആൻഡ് കമ്പൽസറി ആയിട്ട് ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്ന ആ ഒരു സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിട്ടുണ്ടോ എന്നുള്ള, എത്ര ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഒരു ട്വൈസോ ത്രൈസോ നിങ്ങൾ കൗണ്ട് ചെയ്ത് ഉറപ്പ് വരുത്തുക എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിട്ടുണ്ടെന്ന്. എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതും നോക്കി ലാസ്റ്റ് മിനിറ്റിൽ കെട്ടുന്നതിന് മുന്നേ അതെല്ലാം നോക്കി ക്ലിയർ ആക്കി സെറ്റാക്കി വയ്ക്കുക. ഇത്രയൊക്കെ പോയിന്റ്സ് ശ്രദ്ധിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും നിങ്ങളിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ബിലോ ആവറേജ് ആണെങ്കിലും നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതിൽ ഒരു സംശയമില്ല, ഒരു ഡൗട്ടും വേണ്ട. ഈ ഉള്ള പോലെ ഈ പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിച്ച് റിവിഷൻ്റെ ടൈമിലും ഷോർട്ട് നോട്ടിൻ്റെ കാര്യവും എല്ലാം പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് SSLCയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എൻ്റെ എല്ലാ കുഞ്ഞു മക്കളോടും പറയാനുള്ളത് SSLC ഈസ് ഇമ്പോർട്ടൻറ്റ്, +2 ഈസ് ഇമ്പോർട്ടൻറ്റ്, എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, സ്റ്റഡീസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഇറ്റ്സ് നോട്ട് ബിഗർ ദാൻ യുവർ ഹെൽത്ത്. അപ്പോൾ ഹെൽത്ത് കളഞ്ഞിട്ടും ഒന്നും നിങ്ങൾ ഭയങ്കരമായിട്ട് 15, 16, 17 മണിക്കൂർ ഇരുന്ന് പഠിച്ച് ഉറക്കും കഴിക്കലും കുടിക്കലും ഒന്നും ഇല്ലാണ്ട് ഇരുന്ന് പഠിച്ച് നിങ്ങൾ എക്സാമിന് പോകരുത്. അത് നിങ്ങൾ ഫിസിക്കലി വീക്കാക്കിയുള്ളൂ. സോ ആ പോയിന്റ് നിങ്ങൾ എന്നും മനസ്സിൽ കൊണ്ട് നടക്കുക. SSLC ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഇറ്റ്സ് നോട്ട് ബിഗർ ദാൻ യുവർ ഹെൽത്ത് ഓർ യുവർ വർത്ത്. ഇത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ടോ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ ഐ ഹവ് സീൻ ആൻഡ് ഐ ഹവ് ഹേർഡ് ഒരുപാട് ന്യൂസും കാര്യങ്ങളും മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ന്യൂസ് നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങളുടെ വർത്തിനെക്കാട്ടിയും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരു എക്സാമിനേഷൻ അല്ല SSLCയും +2 ഒന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഡു യുവർ ബെസ്റ്റ്, സ്റ്റേ കൺസിസ്റ്റൻറ്റ് ആൻഡ് ട്രസ്റ്റ് യുവർ സെൽഫ്. എല്ലാം ഈ കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, അതിലൊരു സംശയമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ടിപ്സൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സ്കൂൾ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഓർമ്മയിൽ വെച്ച് അതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ.
വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ ഭയങ്കര ലോങ് ആയിട്ട് തന്നെ എഴുതിക്കോ. വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാമല്ലോ. സോ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എന്തിനെയാണ് ഏറ്റവും കൂടുതൽ ഫിയർ, അല്ലെങ്കിൽ വീഡിയോ കേട്ടതിന് ശേഷം വാട്ട് ഡു യു ഫീൽ എന്നുള്ളത് എന്തായാലും അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ആൻഡ് ആസ് യു ഓൾ നോ, നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും ക്രാഫ്റ്റുമായിട്ട് ഇനിയും വരാം. ദിസ് ഈസ് യുവർ ഹാനി സൈനിങ് ഓഫ്. ബൈ.